തുടക്കത്തിനെ കാണിക്കുന്നത് നമ്മുടെ കീഗോന്റെ സിസ്റ്റർ ആയിട്ടുള്ള മിസ് കോളിയാണ്. നോക്കുന്ന സമയത്ത് അവരുടെ ക്ലാസ് സ്റ്റുഡൻസ് മുഴുവനും അടി മേടിച്ചിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നമ്മുടെ മിസ്കോ ആണെങ്കിൽ അവരോട് ചോദിക്കുകയാണ്. ക്ലാസ് സ്റ്റുഡൻസ് തന്നെയാണ്, പക്ഷെ ഒരു ക്ലബ്ബിൽ പോകുന്ന മെമ്പേഴ്സ് പോലത്തെ ഒരു സംഭവം, ആർട്സ് ക്ലബ്ബ് അങ്ങനത്തെ ക്ലബ്ബില്ലേ, അതുപോലത്തെ ഒരു ക്ലബ്ബ് ആണെങ്കിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. റൈവൽ അക്കാഡമിയിലേക്ക് ഒരു കോമ്പറ്റീഷന് വേണ്ടി പോവുകയായിരുന്നു. ഞങ്ങളെ ആ കോമ്പറ്റീഷനിൽ ചേർക്കാതെ ഞങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന കുറെ പേര് ഞങ്ങളെ ആക്രമിച്ചു. കേൾക്കുന്ന സമയത്ത് നമ്മുടെ മിസ്കോയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. ഏത് നായിൻ്റെ മക്കളാണ് ആ കാണിച്ചത്? അവന്മാർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇതൊരു ഫൈറ്റിംഗ് ക്ലബ്ബാണ് കേട്ടോ. അത് നമ്മുടെ ഇക്കാക്കുനെ ആ ഫൈറ്റിംഗ് ക്ലബിലേക്ക് നമ്മുടെ മിസ്കോ ജോയിൻ ചെയ്യിപ്പിക്കുക. ജോയിൻ ചെയ്താൽ എന്തുവാണെങ്കിലും ഉറപ്പായിട്ടും അവർ വിചാരിക്കും. സോ അത് മാത്രമല്ല, നമ്മുടെ മിസ്കോയ്ക്ക് ഇക്കാക്കുനോട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാം. അത് മാത്രമല്ല, ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒലിപ്പീരി തരം കാണിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മിസ്കോ ഇക്കാക്കുനെ വിളിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഇക്കാക്കുന് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പിനകത്തുള്ള മെമ്പേഴ്സിനെ എല്ലാത്തിനും ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അവരെ ടോർച്ചർ ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് അവർക്കുള്ള ഓരോ ടാസ്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെമ്പേഴ്സിനൊന്നും ഇക്കാക്കു തരുന്ന ടാസ്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇത് കാരണം ഇക്കാക്കുവിന് ഒരുപാടധികം ദേഷ്യവും അതുപോലെ തന്നെ വിഷമവും വരുന്നു. ഇത്രയധികം ഈസി ആയിട്ടുള്ള ഒരു സംഭവം പോലും നിന്നെ കൊണ്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്കാക്കു വിചാരിക്കുകയാണ് ഇവരെ അടിച്ച് ട്രെയിനിങ് ചെയ്യിപ്പിക്കാമെന്ന്. അങ്ങനെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്ലബ്ബ് മെമ്പേഴ്സിനെയും അടിച്ച് ശരിപ്പെടുത്തുകയാണ് നമ്മുടെ ഇക്കാക്കു. അനങ്ങാൻ പോലും വയ്യ. ഇനി ഇവരെങ്ങനെയാണ് കോമ്പറ്റീഷനിൽ പോയി ജയിക്കുന്നത്? സോ ഇത് നമ്മുടെ മിസ്കോ കണ്ടിട്ട് ഈ മിസ്കോന് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്തെങ്കിലും പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ ബോയ് ഫ്രണ്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മിസ്കോ ചെന്നിട്ട് ഇക്കാക്കുവിനോട് പറയുന്നു, കോമ്പറ്റീഷനിൽ നിന്ന് വിട്ടുപോയാൽ അത് വലിയൊരു നാണക്കേട് തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾ പോയി ഞങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാവുന്നത് ആരോടാ? നമ്മുടെ ഇക്കാക്കുവിനോട്. ഫൈറ്റിന് വേണ്ടി ഇരിക്കുന്ന ഇക്കാക്കുവിനോട് പറഞ്ഞ ഉടനെ ഇക്കാക്കു ആ കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇക്കാക്കു മാത്രമല്ലല്ലോ, ഒരുപാടധികം മെമ്പേഴ്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ വേണം. സോ അതുകൊണ്ട് തന്നെ വേറെ കുറേ ശിനഗാമീസിനെയും കൂടെ അങ്ങോട്ട് വിളിക്കുകയാണ്. നമ്മുടെ റാഗിക്കു ആണെങ്കിൽ നമ്മുടെ ഇക്കാക്കുവിനോട് പറയുകയാണ്, ഞങ്ങൾ ഈ കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്യുന്നില്ല. അത് തന്നെ നമ്മുടെ ചീക്കയും നമ്മുടെ ഇക്കാക്കുവിനോട് പറയുകയാണ്. എന്താണ് കാരണമെന്ന് നമ്മുടെ ഇക്കാക്കു വളരെയധികം ദേഷ്യത്തോടെയും അതുപോലെ തന്നെ ടെൻഷനോടെയും അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുകയാണ്, ഹേ ഇക്കാക്കു, നീ ഇട്ടിരിക്കുന്ന ഈ ക്ലബ്ബ് ഡ്രസ്സുണ്ടല്ലോ, അതിൻ്റെ അകത്തിലെ നാറ്റം സഹിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അത് പശുവിൻ്റെ ചാണകത്തിൽ നിന്ന് ഇറങ്ങി വന്ന പോലത്തെ മണമാണ് നിനക്കുള്ളത്. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പം ഒന്നും സഹിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഇക്കാക്കു കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഇക്കാക്കുവിനും വിഷമം വരുന്നുണ്ട്. നമ്മുടെ ഇക്കാക്കുവിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ടൂർണമെൻറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. മെമ്പേഴ്സ് വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ മുട്ടായിയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ തോശ്രോനെ ഉണ്ടല്ലോ, തോശ്രോനെ വളച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ആ ക്ലബിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോശ്രോണെങ്കിൽ ക്ലബിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. സോ ഇതേ സമയത്തായിരുന്നു പാട്ടും പാടി ചാടിക്കൊണ്ട് അങ്ങോട്ട് നമ്മുടെ റെഞ്ചി കടന്നു വരുന്നത്. റെഞ്ചിനെയും നമ്മുടെ ഇക്കാക്കു ആ ക്ലബിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. നമ്മുടെ റെഞ്ചി വിചാരിക്കുകയാണ് ഇതിനെക്കാട്ടിൽ ഭേദം ആ ഉരഹരയുടെ കയ്യിലുണ്ടായിരുന്ന അടിയും തുപ്പും മേടിച്ചിട്ട് അവിടെ കഴിയുന്നതായിരിക്കും. പക്ഷെ പിടിക്കുക, ഞാൻ എന്ത് തേങ്ങയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നേ, അതുകൊണ്ടല്ലേ എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ റെഞ്ചി ഒരുപാടധികം വിഷമെത്തി നമ്മുടെ റെഞ്ചി നിൽക്കുകയാണ്. സോ ഈ പിന്നീട് കാണിക്കുന്നത് ടൂർണമെന്റ് സ്റ്റാർട്ട് ആക്കിയാണ്. സോ ടൂർണമെന്റിൽ ഫൈറ്റ് ചെയ്യാൻ വരുന്നത് ഒരുപാടധികം അങ്കിൾസ് ആണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള രോമൊക്കെ കയ്യിൽ കിടിച്ച അങ്കിൾസ് ഒക്കെ ഉണ്ട്. ഈ പോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ കീഗോ ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. ആദ്യത്തെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആദ്യമായിട്ട് വരുന്നത് വേറെ ആരുമല്ല, അത് നമ്മുടെ തോശ്രോ ആയിരുന്നു. സോ നമ്മുടെ തോശ്രോനെ കുറിച്ച് അറിയാമല്ലോ, ഒരു ക്യാപ്റ്റൻ ലെവലായിട്ടുള്ള ഒരു സോൾ റിപ്പറാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഈസി ആയിട്ട് തന്നെ തൻ്റെ ഒപ്പോണന്റിനെ അടിച്ച് തറയിലിടുകയാണ്. അടുത്ത ഫൈറ്റ് ആരാണ് അനൗൺസ് ചെയ്തതെന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഒരു ഹോളോന്റെ പ്രസൻസ് അവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള സോൾ റിപ്പേഴ്സ് എല്ലാവരും അവരുടെ ശരിക്കുള്ള സോൾ റിപ്പർ ഫോം എടുത്തുകൊണ്ട് ആ ഹോളോന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റെഞ്ചി ഫൈറ്റിൽ ഇറങ്ങുന്നുണ്ട്. ഫൈറ്റിൽ ഇറങ്ങിയിട്ട് അവനെ തോൽപ്പിച്ചിട്ടാണ് നമ്മുടെ റെഞ്ചിയും ആ ഹോളോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടൂർണമെന്റിൽ ജയിക്കാൻ വെറും ഒരു ഫൈറ്റിലും കൂടെ ജയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇക്കാക്കു ആണെങ്കിൽ തന്റെ സോൾ റിപ്പർ ഫോം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ കീഗോയ്ക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. റിപ്പേഴ്സിന്റെ ബോഡീസ് ഒക്കെ ഒരുപാടധികം വിയേർഡായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ സോൾ റിപ്പേഴ്സിന്റെ ബോഡിയിലൊക്കെ മോട്ട് സോൾ കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എനിക്ക് കാണാൻ നേരത്തെ എനിക്ക് ചിരി വരുന്നു. സത്യം കാണിക്കുന്നത് അടുത്ത ഫൈറ്റ് അനൗൺസ് ചെയ്യുന്നതാണ്. സോ അനൗൺസ് ചെയ്യാൻ നേരത്ത് വരുന്നത് അത് നമ്മുടെ കീഗോയുടെ ടീമിലുണ്ടായിരുന്ന വേറൊരു
ഒരുത്തനില്ലേ അവനെയാണ് വിളിക്കുന്നത്. സോ അവനാണെങ്കിൽ ഫൈറ്റിന് വേണ്ടി അങ്ങോട്ട് കയറി വരികയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഇവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാളും കൂടെ ഫൈറ്റിൽ വിജയിച്ചാൽ ഇവർ ടൂർണമെൻറ്റ് ചെയ്യും. സോൾ റിപ്പേഴ്സ് എല്ലാവരും വന്ന് നോക്കുന്ന സമയത്ത് ഒരു ഗ്രാൻഡ് ഹോളോ ആണ് അവിടെ വന്നിട്ടുള്ളത്. സോ ഈ ഹോളോനെ കണ്ടുടനെ തന്നെ എല്ലാ സോൾ റിപ്പേഴ്സും നല്ല രീതിയിൽ തന്നെ ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നാൽ വളരെയധികം വേഗത്തിൽ തന്നെ ഈ ഹോളോനെ ഇല്ലാതാക്കിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ആ ഹോളോനെ വളരെയധികം ഈസിയായിട്ട് തന്നെ നമ്മുടെ ഇക്കാക്കു അടിച്ച് തറയിലിടുകയാണ്. നമുക്ക് തന്നെ ബാക്കിയുള്ള സോൾ റിപ്പേഴ്സും നമ്മുടെ ഇക്കാക്കുവിനെ സഹായിക്കുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ആ ഹോളോനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. സോ അങ്ങനെ നമ്മുടെ ഇക്കാക്കു തിരിച്ചങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ മീസോന്റെ ടീം അവിടെ വെച്ച് വിജയിക്കുകയാണ്. ഇക്കാക്കുവിന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ഇക്കാക്കു എന്തെങ്കിലും പറഞ്ഞു ഉമ്മാരെ അടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീയൊക്കെ ഈ ക്ലബ്ബിലുണ്ടായിരുന്ന നേരത്തെയുള്ള ആൾക്കാരെയൊക്കെ നീയൊക്കെ വെറുതെ പോയി അടിക്കും അല്ലേ, എല്ലാവരും തൊടുന്നല്ലോടാന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ ടീമിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരെയും നമ്മുടെ ഇക്കാക്കു വളരെയധികം ദേഷ്യത്തോടെ അടിച്ച് പാറിച്ച് മരത്ത് കുടിച്ച് കാണിച്ച് തറയിലിടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷ ഏതാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, വായി തോന്നുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞു. സോ നമ്മുടെ ഇക്കാക്കു ആ ക്ലബിൻ്റെ അതിലുള്ള എല്ലാ ആൾക്കാരെയും അടിച്ച് തറയിലിട്ടിട്ട് അതിൻ്റെ മണ്ട കയറിയിരിക്കുക. കാണുന്ന സമയത്ത് നമ്മുടെ മിസ്കോന് ഇക്കാക്കുവിനുള്ള സ്നേഹം കൂടുകയാണ്. സോ അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 6 33-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.